പ്രിയമുള്ളവരെ, തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടൊക്കെ വന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല രീതിയിൽ പരാജയപ്പെട്ടു. ചെറിയ പരാജയമൊന്നുമല്ല, വളരെ നല്ല രീതിയിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ആ പരാജയത്തിന്റെ കാരണങ്ങളൊക്കെ കണ്ടെത്തും, തിരുത്തും, തിരിച്ചു വരും എന്നൊക്കെ രീതിയിലുള്ള പ്രസ്താവനകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ ചോദിക്കാൻ, എന്തിനു തിരിച്ചു വരണം? എന്തിനു തിരിച്ചു വരണം? ഈ കേരളത്തിൽ 10 വർഷക്കാലം ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി അല്ല, അതിന്റെ അപ്പുറം ചെയ്തൊരു സർക്കാരല്ലേ LDF സർക്കാർ. ഇന്ത്യയിൽ മറ്റേതൊരു സംസ്ഥാനത്തിന് ഇതുപോലെ മാതൃകയായി കാണിക്കാൻ പറ്റും? ഏത് മേഖല നിങ്ങൾ നോക്കിക്കോ, ഈ 10 വർഷത്തിൽ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള അതിമാരകമായിട്ടുള്ള നിപ്പയും ഓക്കിയും പ്രളയവും കോവിഡും എല്ലാം നമ്മൾ അതിജീവിച്ചു. അതിന്റെയൊക്കെ ഇടയിൽ നിന്നുകൊണ്ട് കേരളത്തിന് ചെയ്യാൻ കഴിയുന്ന അത്രമാത്രം വികസന പ്രവർത്തനങ്ങൾ UDF സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയാത്ത ഒന്നും അവരെ കൊണ്ട് കഴിയില്ല എന്ന് ഉറപ്പിച്ചതെല്ലാം നമ്മൾ യാഥാർത്ഥ്യമാക്കി. ചെറിയ താഴെത്തട്ട് മുതൽ മേലെ തട്ട് വരെ എല്ലാ രംഗത്തും വികസന പ്രവർത്തനങ്ങളും ക്ഷേമകാര്യങ്ങളൊക്കെ കൊണ്ടാടിയൊരു സർക്കാർ, തികച്ചും 10 വർഷം മതസൗഹാർദ്ദവും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ മുന്നേറിയൊരു സർക്കാർ അല്ലേ? പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുന്നു, ലക്ഷക്കണക്കിന് ആളുകൾക്ക് പട്ടയം കൊടുക്കുന്നു, ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇല്ലാത്ത അത്രയും അധികം PSC നിയമനങ്ങൾ നടത്തുന്നു. ഇവിടെയാണ് പരാജയം എല്ലാ രംഗത്തും. ഞാനൊരു എന്റെ സുഹൃത്തായ മുസ്ലിം ലീഗുകാരനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനീ ഇടതുപക്ഷ സർക്കാരിനെ എതിർക്കണം? എവിടെയാണ് പ്രശ്നം? എവിടെയാണ് പോരായ്മ? വെള്ളാപ്പള്ളിനെ മുഖ്യമന്ത്രി കാറി കയറ്റിയില്ലേ, കഴിഞ്ഞു. അതാണ് പ്രതികരണം. എന്തെല്ലാം നേട്ടങ്ങൾ ഈ ഗവൺമെന്റ് ഓരോ വീട്ടിലേക്കും 10-60 ലക്ഷം ആളുകൾക്ക് 2000 രൂപ വെച്ചിട്ട് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു. കുട്ടികളുടെ സ്കൂള്, ആശുപത്രികൾ, എവിടെ മാറാത്തത്? എല്ലാ രംഗത്തും വികസനത്തിന്റെ പെരുമഴ സൃഷ്ടിച്ചൊരു സർക്കാർ. ആ സർക്കാരിനെയാണ് ഈ കേരളത്തിലെ ജനങ്ങള് തകർത്തെറിഞ്ഞത്. ആ മുന്നണിയാണ് തകർത്തെറിഞ്ഞത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നത് 10 വർഷക്കാലമായിട്ട് നമ്മുടെ നാട്ടിൽ കാണാത്ത ആ ഒരു സമ്പ്രദായങ്ങളൊക്കെ ഇപ്പൊ വീണ്ടും തിരിച്ചു വന്നു തുടങ്ങിയല്ലേ? ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ചേരി തിരിഞ്ഞിട്ടുള്ള പ്രകടനങ്ങളും കച്ചറകളും, മുദ്രാവാക്യം വിളികള്, ഫ്ലക്സുകള്, പെട്രോൾ ഒഴിച്ചിട്ട് തീ കൊളുത്തി മരിക്കുന്നു വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് 10 വർഷമായിട്ട് നമ്മൾ കാണാത്ത ഈ കാര്യങ്ങൾക്ക് വേണ്ടി ആയിരുന്നോ ജനങ്ങള് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തിയതെന്ന് തോന്നുന്നു. അല്ലാതെ എന്തിനാണ് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തിയത്? മുഖ്യമന്ത്രി പത്രക്കാരോട് ചോദിച്ചില്ലേ? എത്ര എല്ലാ കടിച്ചു നിൽക്കുന്ന മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ ചോദിച്ചു, ഗവൺമെന്റിനെതിരെ ഭരണവിരുദ്ധ തരംഗം നിങ്ങൾക്കുണ്ടോ? എന്താണ്, ഏത് മേഖലയിലാണ് ഈ ഗവൺമെന്റ് മോശമായിട്ടുള്ളത്? ഏത് ഭാഗത്തേക്കാണ് ഗവൺമെന്റ് തിരിഞ്ഞു നോക്കാത്തത്? ഇന്ന കാര്യങ്ങൾ ചെയ്തില്ല നിങ്ങൾക്ക് പറയാനുണ്ടോ? മാധ്യമസിംഹങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഒന്നും പറയാനുണ്ടാകുന്നില്ല. എന്നിട്ടിപ്പോ ആ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും ഒക്കെ ഇങ്ങനെ നന്നാക്കാനായിട്ട് നടക്കുന്ന കുറെ ആളുകള്. ഇതെന്താന്ന് വെച്ചാല് കുറെ ആളുകൾക്ക് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം അവരുടെ സമ്പാദ്യങ്ങളൊക്കെ നടക്കുന്നില്ല. പ്രൈവറ്റ് മേഖലയിലെ ആശുപത്രി ആയാലും സ്കൂളായാലും മറ്റുള്ള ഈ കള്ളപ്പണക്കാരായി നമ്മൾ കണ്ടില്ലേ, ഗവൺമെന്റ് മാറി. കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് പുറത്തൊക്കെ വരുന്ന സ്വർണ്ണക്കള്ളക്കടത്തും മറ്റൊക്കെ പിടിക്കാനുള്ള പോലീസ് ഉണ്ടായിരുന്നു. ആ പോലീസിനെ അതൊക്കെ പിരിച്ചു വിട്ടു കഴിഞ്ഞു. നാട്ടുകാരെ അനുഭവിച്ചോളൂ ഇനി വരാൻ പോകുന്ന പ്രശ്നങ്ങളൊക്കെ, ഒരു തർക്കമില്ല. പക്ഷെ എനിക്ക് പറയാനുള്ള, ഞാൻ ജോലി ചെയ്യുന്ന ഈ നാട്ടിൽ ഇന്നലെ ലോക്കൽ ബോഡി ഇലക്ഷൻ ആയിരുന്നു. ആ ഇലക്ഷന് പോയി വോട്ട് ചെയ്യാൻ പോയ ഇതുവരെ ഇല്ലാത്തത്ര നല്ലൊരു തിരക്കായിരുന്നു. കുറേ നേരം ക്യൂ നിൽക്കേണ്ടി വന്നു. അങ്ങനെ വോട്ടേഴ്സ് ലിസ്റ്റ് കിട്ടിയപ്പോ ഒരാൾക്ക് 3 വോട്ടുണ്ട്. ആ 3 വോട്ട് ബാലറ്റ് പേപ്പർ കിട്ടിയപ്പോ ആ ബാലറ്റ് പേപ്പറിൽ ഒരാൾക്ക് 3 വോട്ട്, ഒരു ബാലറ്റിലാണ് നമ്മൾ അത് ചെയ്യേണ്ടത്. ഓരോ പാർട്ടിക്കാരും, കൺസർവേറ്റീവ് ആയാലും ഗ്രീൻ പാർട്ടി ആയാലും ലേബർ പാർട്ടി ആയാലും ഒക്കെ, അവരൊക്കെ 3 ആളുകൾ മത്സരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവരൊക്കെ 3 ചിഹ്നങ്ങളുണ്ട്. പക്ഷെ ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വതന്ത്രമായിട്ട് കുറെ ആളുകൾ മത്സരിക്കുന്നുണ്ട്. അവരൊക്കെ പേര് നമുക്ക് ഓർത്തു വെക്കാൻ സാധിച്ചില്ല. അപ്പൊ നമ്മൾക്ക് ഇഷ്ടമുള്ള ചിഹ്നങ്ങളിൽ കുത്തിപ്പോന്നു. ഒറ്റ ബാലറ്റ് പേപ്പർ, അതിലാണ് 3 വോട്ടും ചെയ്യേണ്ടത്. എന്നിട്ട് ഒരു പെട്ടിയിലിടുക. അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കി, ഇത്രയും വികസിതമായിട്ടുള്ള ഈ രാജ്യത്ത് പോലും ഈ വോട്ടിംഗ് യന്ത്രം എന്ന് പറഞ്ഞ സാധനം എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? ഇങ്ങനെ ഒരാൾക്ക് 3 വോട്ട് ഉണ്ടായിട്ട് നമ്മൾ ആ ഒരു ക്യൂവിലൂടെ പോയിട്ട് ചെയ്യുക, ഒരു ബാലറ്റ് പേപ്പർ ഇട്ട ഒരു സ്ഥലത്ത് വോട്ട് ചെയ്തിട്ട് അത് പെട്ടിയിലിടുക. വോട്ടിംഗ് യന്ത്രം ഇല്ല, ബാലറ്റ് പേപ്പർ വേറെ അല്ല, ഒറ്റ ബാലറ്റ് പേപ്പറാണ്. എന്നിട്ട് അതിൽ നിന്നൊക്കെ ഇവർ തെരഞ്ഞുണ്ടാക്കിയിട്ട് കൗണ്ട് ചെയ്തിട്ട് എണ്ണി വരുമ്പോൾ സമയത്തെടുക്കും. പക്ഷെ ഇവർക്ക് ബാലറ്റ് മറ്റേ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഇവർക്ക് ചെയ്യാൻ സാമ്പത്തികമില്ലാത്തത് കൊണ്ടാണോ? പക്ഷേ നാട്ടിൽ ഇപ്പോഴത്തെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എന്തെല്ലാമോ
സംശയങ്ങളുണ്ട്. കാരണം ഒരു കാരണവശാലും മാച്ചാവുന്നില്ല. എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും 7,000 8,000 വോട്ടിനൊക്കെ ജയിച്ചിരുന്ന മണ്ഡലങ്ങളൊക്കെ 60,000 65,000 വോട്ട് 40,000-നൊക്കെ വിജയിച്ച മണ്ഡലങ്ങളിലൊക്കെ പരാജയപ്പെടുന്നു. എന്താണ് മനസ്സിലാവുന്നില്ല. അപ്പോ ഇവിടെ ഇലക്ഷന് മുന്നേ തന്നെ CPM-ഉമായിട്ട് അകന്നു നിൽക്കുന്ന ആളുകൾ, അതിനിപ്പോ CPM പുറത്താക്കിയ സ്ത്രീപീഡകരായാലുമല്ല എന്തായാലുമല്ല അവരൊക്കെ പിടിച്ച് സ്ഥാനാർത്ഥിയേക്കുക. അപ്പൊ അത് CPM-ന്റെ അകത്ത് വലിയ എന്തോ പ്രശ്നങ്ങളുണ്ട്, അവരതുകൊണ്ടാണ് മാറി ചിന്തിക്കുന്നത്, അതുപോലെ സാധാരണക്കാരായ ഒരുപാട് ആളുകൾ മാറി ചിന്തിക്കുന്നുണ്ട് എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ഒരു വ്യഗ്രത ആ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ കാണുകയാണ്. അതുപോലെ തന്നെ ഇങ്ങനെ വോട്ട് ഇപ്പൊ ഇവിടെ നേരത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ BJP-ക്കാര് വിജയിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് പറയുന്നതാണ് ഇലക്ട്രോണിക് എന്താ പറയാ അതിന്റെ മുകളിൽ കിത്തം മറ്റേ കിത്തം മറിച്ച കിത്തം. ഇപ്പോഴും രാഹുൽ ഗാന്ധി അത് പറയുന്നുണ്ട്. ഇവിടെ ആസാമിലും ബംഗാളിലും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കോൺഗ്രസ് ജയിച്ചത് ഇവിടെ ഇല്ലേ, തമിഴ്നാട്ടിലില്ലേ? അതെന്താ അവിടെ പറയാത്തത്? അപ്പൊ എന്തെല്ലാനോ സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളൊക്കെ ദൂരീകരിക്കപ്പെടുന്ന ഒരു കാലം വരും എന്ന് മനസ്സിലാക്കുക. അതല്ലാതെ ഏതൊരാളോട് ചോദിച്ചാലും ഗവൺമെന്റിനെതിരെ ഇപ്പൊ എത്ര മീഡിയാസ് എത്ര സർവേകളെല്ലാം നമ്മൾ കണ്ടു. എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞു ഗവൺമെന്റിനെതിരായിട്ട് പ്രതിഷേധമുണ്ട്, ഗവൺമെന്റ് എന്താ പറയാ അവരുടെ ഭാഷയിൽ ആന്റി ഇൻകംബൻസിയോ അങ്ങനത്തെ സംഭവം ആരും പറയുന്നത് കേട്ടിരുന്നില്ല അല്ലേ? CPM-ന് മണ്ഡല പുനഃക്രമീകരണത്തിന് ശേഷം ഇടതുമുന്നണിക്ക് എന്തായാലും ഒരു 50 സീറ്റ് ഷുവറാണ്, അവിടെ ഒന്നും ചെയ്യാൻ പറ്റാന്നൊക്കെ പറഞ്ഞിരുന്നു. ഒരിക്കലും വിജയിക്കില്ല എന്ന് കോൺഗ്രസ്സുകാർ പോലും വിജയിക്കുന്നിടത്തൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ മൃഗീയമായ ഭൂരിപക്ഷം വരുന്നു? നമുക്കറിയാം വയനാട്ടിലെ കാര്യം നിങ്ങൾ എടുത്തൊക്കെ ആ തുരങ്കപാത വയനാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. അവിടെയൊക്കെ 5,000-6,000 വോട്ടിന് ജയിച്ചിരുന്ന സിദ്ദീഖൊക്കെ ഇപ്പൊ 45,000-ത്തിനാണ്. സിദ്ദീഖൊക്കെ എന്തോരം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ ഇങ്ങനെ വോട്ട് കൂടാന്. അവിടെ ആ ടൗൺഷിപ്പ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ ഗവൺമെന്റ് നടത്തുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ മൃഗീയമായിട്ടുള്ള ഭൂരിപക്ഷം വരുന്നത്? ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ആളുകൾ ചോദിച്ചപ്പോൾ മനുഷ്യൻ ചെയ്തത് തന്നെയാണോ എന്നൊരു സംശയം ബാക്കി നിൽക്കുന്നുണ്ട്. വരും കാലങ്ങളിൽ നമുക്ക് അതിന്റെയൊക്കെ സത്യങ്ങൾ അറിയാൻ കഴിയും. ഇപ്പോ പലരും ചോദിക്കുന്നുണ്ട് എന്തിനാണ് LDF-ന് മാറ്റി UDF-ന് കൊണ്ടുവന്നത്. പക്ഷെ ഈ ഒരു കലാരൂപങ്ങൾ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ തെരുവുകളിൽ, അതൊക്കെ ജനങ്ങൾ അത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ കലാരൂപങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ആളുകളൊക്കെ മാറി ചിന്തിച്ചത് എന്നാണ് തോന്നുന്നത്.